ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉപമകൾ യേശുനാഥൻ പറയുന്നു. ഒന്ന്, കാണാതെ പോയ 100 ആടിനകത്തുനിന്ന് ഒന്ന് കാണാതെ പോകുന്നു. 2, ഒരു സ്ത്രീയിൽ നിന്നും 10 ദ്രഹ്മയിൽ നിന്നും ഒന്ന് നഷ്ടപ്പെടുന്നു. 3-ാമത് പറയുന്നു, 2 പുത്രന്മാർ, ഒരു അപ്പനുണ്ടായിരുന്നു. അത് ഒരുവൻ സ്വത്തെല്ലാം, തനിക്ക് കിട്ടേണ്ട സ്വത്തെല്ലാം മേടിച്ചുകൊണ്ട് ആ ദേശം വിട്ടു പോകുന്നു, അപ്പൻ്റെ സാന്നിധ്യം വിട്ട് പോകുന്നു. ഇതാണ് 3-ൽ 2. ആദ്യം പറഞ്ഞ 2 ഇടയൻ ആ ആടിനെ, കാണാതെ പോയ ആടിനെ തിരക്കി ചെല്ലുന്നു. രണ്ടാമത്തെ ആ സ്ത്രീ കാണാതെ പോയ ആ വസ്തു സൂക്ഷ്മമായി തപ്പിയെടുക്കുന്നു. 3-ാമത്തെ അപ്പൻ ഈ മകനെ തപ്പി പോയിട്ടില്ല. ആ ഭവനത്തിൽ തന്നെ ഈ മകൻ്റെ വരവും കാത്ത് നിൽക്കുകയാണ്. ബാക്കി 2 ഉപമയിൽ പറഞ്ഞിരിക്കുന്ന 2 സൂക്ഷ്മമായി അന്വേഷിച്ച് പോകുന്ന കാഴ്ച കാണാം. ഇവിടെ അപ്പം പോവില്ല. കാരണം മകൻ എന്ന സ്ഥാനത്തോടുകൂടെ പുത്രനായി ഈ ഭവനത്തിൽ വസിച്ചവൻ ആ അപ്പനെ ഉപേക്ഷിച്ച്, അപ്പനെ ഇനി വേണ്ട എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അപ്പന്മാരുള്ള ബന്ധം മുഴുവനും നിർത്തിയിട്ട് അവൻ പടിയിറങ്ങിപ്പോവുക. അവനെ തപ്പി അപ്പം പോയില്ല. ഇങ്ങനെയാണ് ദൈവം നമ്മളെ മക്കളാക്കി പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്നിട്ട്, ആ സ്ഥാനം നമ്മളിൽ തന്നിട്ട്, ആ സ്ഥാനത്തു നിന്നും നമ്മൾ വഴുതിപ്പോയാൽ, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ, ഓർത്തു, നമ്മെ തപ്പി ആ പിതാവ് വരത്തില്ല. മറിച്ച് നമ്മുടെ വരവും കാത്ത് ഓരോ നിമിഷവും നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ ദൈവം ഇരിക്കും. ആ മകൻ മടങ്ങി വന്ന് പറഞ്ഞ വാക്ക് ഇതാണ്, മനസ്സിൽ ചിന്തിച്ചത് ഇതാണ്: നിന്റെ മകനെന്ന പറയുവാൻ പോലും ഞാൻ യോഗ്യനല്ല. പക്ഷെ അവനെ മാറോട് ചേർക്കുന്ന ഒരപ്പനെ അവിടെ കാണുവാൻ സാധിക്കും. അതാണ് ദൈവസ്നേഹം. ആ ദൈവത്തിൻ്റെ അരികിലേക്ക്, ആ ദൈവ സാന്നിധ്യത്തിൽ നമുക്കായിരിക്കാം. അത് വിട്ടുപോകാതെ ആ മാറോട് ചേർന്ന് നമുക്കായിരിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും.